സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ 5-ാമത്തെ പദ്യത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഉലകരിറങ്ങിയുണർന്ന് ചിന്ത ചെയ്യും പലതുമിതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും, വിലമതിയാതെ വിളക്കുതിക്കയും പിൻ പൊലികയുമില്ലിത് കണ്ട് പോയിടേണം. ഇതാണ് 5-ാമത്തെ പദ്യം. സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് പ്രപഞ്ച അനുഭവത്തിന് കാരണം. സ്വരൂപം എന്ന് പറഞ്ഞാൽ താൻ ആത്മാവാണ് എന്നുള്ള സത്യം അറിയാത്തത് കൊണ്ടാണ് പ്രപഞ്ചം സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നത്. ആത്മാവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് തന്നെയാണ് പ്രപഞ്ച രൂപത്തിൽ കാണപ്പെടുന്നത് എന്നുള്ള സത്യം പിടികിട്ടും. ഉറക്കത്തിൽ നിന്ന് സ്വപ്നം പൊന്തുന്നത് പോലെയാണ് അജ്ഞതയിൽ നിന്ന് ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം പൊന്തുന്നത്. സാധാരണ ഈ സ്വപ്നം എന്ന് പറയുന്നത് ഉറങ്ങുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുക. ഉണർന്നിരിക്കവേ സ്വപ്നം കാണുന്നവരുണ്ട്. അതിനാണ് നമ്മൾ പകൽക്കിനാവ് ദിവാസ്വപ്നം എന്നൊക്കെ പറയുന്നത്. മനസ്സ് ഓരോന്ന് ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കും. അത് ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഉള്ളിൽ തന്നെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ദിവാസ്വപ്നം, ഡേ ഡ്രീമിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അജ്ഞതയിൽ നിന്ന് പൊന്തിയതാണ് പ്രപഞ്ചം എന്ന കടങ്കഥ. ഇതെന്താണെന്ന് പുറമേ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും പിടികിട്ടുകയില്ല. പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെ പുറമേ അന്വേഷിക്കുന്ന ശാസ്ത്രജ്ഞന് ഒരിക്കലും ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണ് വന്നത് എന്ന കാര്യം പിടികിട്ടാൻ പോകുന്നില്ല. അങ്ങനെ പുറമേയുള്ള അന്വേഷണം കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയാണ് ഋഷീശ്വരന്മാർ അന്വേഷണത്തെ ഉള്ളിലേക്ക് തിരിച്ചത്. ഉള്ളിലേക്ക് തിരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആത്മാവ് മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചം, അതിലെ വെറും ഒരു മിഥ്യാ പ്രതിഭാസമാണ് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. പ്രപഞ്ചം ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ഉത്പത്തി അല്ലെങ്കിൽ കാരണം അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരു ഭ്രമദൃശ്യമാണ്. മരുഭൂമിയിലെ കാനൽ ജലത്തിൻ്റെ ഉത്പത്തിയെ ആരും അന്വേഷിക്കാറില്ല. കാരണം അവിടെ വെള്ളം ഇല്ല. വെള്ളത്തിൻ്റെ ഭ്രമമാണ് കാനൽ ജലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇല്ലാത്തതിന് കാരണം അന്വേഷിച്ചിട്ട് കഥയില്ല. ഉള്ളതിൻ്റെ കാരണം അന്വേഷിച്ചിട്ട് കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളത് എന്നും ഉള്ളതാണ്. ഉള്ളത് കാരണം ഇല്ലാത്തതാണ്. ഉള്ളത് ഏതെങ്കിലും ഒരു കാരണത്തിൽ നിന്ന് ഉണ്ടായതല്ല. ഉള്ളതേതാ? ആത്മാവ്, ബ്രഹ്മം. അത് എന്നും ഉള്ളതായതുകൊണ്ട് അതിൻ്റെ കാരണം അന്വേഷിച്ചിട്ടും കഥയില്ല. പ്രപഞ്ചം എന്നും ഇല്ലാത്ത മായാ ദൃശ്യമായതുകൊണ്ട് അതിൻ്റെ കാരണം അന്വേഷിച്ചിട്ടും കഥയില്ല. എന്ന് വെച്ച് കാരണത്തെ അന്വേഷിക്കുന്നത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പാടില്ല. അന്വേഷണം തുടരുക തന്നെ വേണം. അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് പ്രപഞ്ചം മിഥ്യയാണ് എന്ന സത്യം നമുക്ക് പിടികിട്ടുന്നത്. എല്ലാ പ്രപഞ്ച വ്യവഹാരങ്ങളും ഉറക്കത്തിൽ നിന്നുള്ള ഉണർവാണ്, അഥവാ സ്വരൂപ വിസ്മരണ രൂപത്തിലുള്ള അജ്ഞതയുടെ ഫലങ്ങളാണ്. ഉറക്കത്തിൽ നിന്ന് എങ്ങനെയാണ് ഉണർവുണ്ടാവുക? ഉറക്കത്തിൽ പൊന്തുന്നവയാണല്ലോ സ്വപ്ന ദൃശ്യങ്ങളെല്ലാം തന്നെ. ഉറങ്ങാത്ത ഒരാൾ സ്വപ്നം കാണുകയില്ല. ഉറക്കം എന്ന് പറയുന്നത് ഇരുട്ട് പോലെയുള്ള ഒരവസ്ഥയാണ്. ആ ഇരുട്ടിൽ നിന്ന് പൊന്തിയ ഭ്രമദൃശ്യങ്ങളാണ് സ്വപ്നത്തിലെ കാഴ്ചകൾ. അതുപോലെ താൻ ആത്മാവിനെ അറിയാതിരിക്കുന്ന അവസ്ഥയാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. ആ അവിദ്യ ഉള്ളിടത്തോളം കാലം ഈ പ്രപഞ്ചം സത്യമായി തന്നെ അനുഭവപ്പെടും. അവിദ്യ നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ പ്രപഞ്ചത്തിന് വേറിട്ട ഒരു സത്ത ഉണ്ടാവുകയില്ല. ആത്മാവ് തന്നെ പ്രപഞ്ചരൂപത്തിൽ പ്രതിഭാസിക്കുന്നു എന്ന സത്യം പിടികിട്ടും. സ്വരൂപ വിസ്മരണത്തെ തന്നെയാണ് അവിദ്യ, അജ്ഞാനം എന്നൊക്കെ പറയുന്നത്. അത് ദ്രഷ്ടാവിൻ്റെ ഉള്ളിലാണ്. ഓർമ്മയും മറവിയും വ്യക്തികൾക്കാണ്. ജഡവസ്തുക്കൾക്ക് സ്മരണ, വിസ്മരണ ഈ ഭാവങ്ങളില്ല. കാരണം സ്മരിക്കാനും വിസ്മരിക്കാനും മനസ്സ് വേണം. ജഡപദാർത്ഥങ്ങൾക്ക് മനസ്സില്ല. മനസ്സുള്ളത് ജീവനുള്ള മനുഷ്യർക്കും അതുപോലെ മറ്റ് ജീവികൾക്കുമാണ്. അതുകൊണ്ട് ഈ മറവിയും സ്മരണവും ജീവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ രൂപം മറയ്ക്കപ്പെട്ടിട്ട് അതുമായി ബന്ധപ്പെട്ടാൽ അത് മറ്റു പലതുമായി തെറ്റിദ്ധരിക്കാൻ ഇടവരും എന്ന് തീർച്ചയാണ്. ഒരു വസ്തുവിൻ്റെ വാസ്തവികത അല്ലെങ്കിൽ യാഥാർത്ഥ്യം അതെന്താണ് യഥാർത്ഥത്തിൽ എന്ന് മനസ്സിലാക്കാതെ ആ ദൃശ്യത്തെ സത്യമെന്ന് കരുതിയാൽ, അതിൻ്റെ പുറകെ പോയാൽ അപകടത്തിൽ ചെന്ന് ചാടും. ഒരു സംശയവും വേണ്ട.
ഈ പ്രപഞ്ചം ജീവന്മാരെ വെട്ടിലാക്കുന്നത് അങ്ങനെയാണ്. ഈ പ്രപഞ്ചം മിഥ്യയല്ലേ? അതെ, മിഥ്യ തന്നെയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് പക്ഷേ ഉള്ളതുപോലെ കാണപ്പെടുന്നത്, അതാണ് മിഥ്യ. ഇല്ലാത്ത ഒന്ന് എങ്ങനെയാണ് നമ്മെ കബളിപ്പിക്കുന്നത്? ഇല്ലാത്തത് ആരെയും കബളിപ്പിക്കില്ല. ഇല്ലാത്തതിനെ സത്യമെന്ന് കരുതുന്നത് കൊണ്ട് നമ്മൾ സ്വയം വഞ്ചിതരാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രപഞ്ചമല്ല ആത്മവിസ്മരണത്തിന് കാരണം നമ്മുടെ കഴിവുകേടാണ്. നാം നമ്മുടെ സ്വരൂപത്തെ മറന്നു. എന്തിനു മറന്നു? എപ്പോൾ മറന്നു? എങ്ങനെ മറന്നു? ഈ ചോദ്യം ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയുടെ രൂപം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ചിലപ്പോൾ നമുക്ക് മറന്നുപോകും. എന്തുകൊണ്ട് മറന്നുപോയി? മറന്നുപോയി എന്നുള്ളത് അനുഭവമാണല്ലോ. മറന്നുപോയി. ഏത് പാതിരാത്രി തട്ടി ഉണർത്തിയാലും ആ ഫോൺ നമ്പർ അദ്ദേഹം പറയുമായിരുന്നു. പക്ഷേ ഒരാവശ്യം വന്നപ്പോൾ അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. നല്ല പോലെ അറിയാവുന്ന, പച്ചവെള്ളം പോലെ എന്ന് നമ്മൾ പറയത്തില്ലേ, പച്ചവെള്ളം പോലെ അറിയാവുന്ന ഫോൺ നമ്പർ പൊടുന്നനവേ ഒരു കാരണവുമില്ലാതെ മറന്നുപോകും. അതിന് കാരണം അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ മറവി എങ്ങനെയാണ് മാറ്റേണ്ടത്? ആ ഫോൺ നമ്പർ ആരുടെത്തെങ്കിലും ചെന്ന് ചോദിച്ച് അതിനെ വീണ്ടും ഓർമ്മിക്കുക. ഇപ്പൊ പിന്നെ ഓർമ്മിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ടല്ലോ. സ്വന്തം മൊബൈൽ നമ്പർ പോലും ആരും ഓർമ്മിക്കാറില്ല. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ തട്ടുകയാണ് ചെയ്യുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്നോ, എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ എന്തിനു മനഃപ്പാടമാക്കണം? ഞാൻ എന്തിനാ അത് ഓർമ്മിച്ച് വെക്കേണ്ടത്? എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഓർമ്മിക്കാൻ. മൊബൈൽ ഇരിക്കുകയല്ലേ എന്ന്. ഈ മൊബൈൽ വർക്ക് ചെയ്യാതായാൽ അല്ലെങ്കിൽ ഈ മൊബൈൽ നഷ്ടമായാൽ നിങ്ങൾ ഏത് മൊബൈൽ നഷ്ടപ്പെട്ടു എന്ന് കംപ്ലൈൻറ്റ് ചെയ്യും? മൊബൈൽ നമ്പർ കൊടുക്കാതെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ആ മൊബൈലിൻ്റെ മേക്ക്, അത് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ സിം നമ്പറാണ് വാസ്തവത്തിൽ ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത്. കുറഞ്ഞ പക്ഷം നമ്മുടെ പേരും നമ്മുടെ മേൽവിലാസവും നമ്മുടെ ജനന തീയതിയും നമ്മുടെ മൊബൈൽ നമ്പരുമെങ്കിലും ഓരോ വ്യക്തിയും ഓർമ്മിക്കണം. മേൽവിലാസം പോലും പലർക്കും മറന്നുപോകും. സ്ഥലം അറിയാം, ലൊക്കേഷൻ അറിയാം, പക്ഷേ വീട്ടു നമ്പർ മറന്നുപോയി കേട്ടോ. കാരണം ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ ഈ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യമില്ലാത്തതാണ് നമ്മൾ കൂടുതലും നമ്മുടെ ബുദ്ധിയിൽ ശേഖരിച്ച് വെക്കുന്നത്. അതുകൊണ്ടെന്താ, ആവശ്യമുള്ളത് മറന്നുപോകുന്നു. നമ്മുടെ ശ്രദ്ധ മറ്റു പലതുകളിലുമാണ്. ആത്മാവിൽ ശ്രദ്ധയുള്ളവൻ അതിനെ അനായാസേന അതിവേഗം കണ്ടെത്തുക തന്നെ ചെയ്യും. അത് ഒരു ആവശ്യമായി നമുക്ക് തോന്നുന്നില്ല. ഈ ആത്മസാക്ഷാത്കാരം, തന്നെ താൻ അറിയുക, അതെന്താണ് ആവശ്യം? അതില്ലാതെ എത്രയോ ആളുകൾ ജീവിക്കുന്നില്ല ഈ ലോകത്ത്. നമുക്ക് വായു, ജലം, ഭക്ഷണം ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ ഒന്നാണോ ഈ ആത്മജ്ഞാനം? ഇതില്ലാതെ എത്രയോ ആൾക്കാർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. ജീവിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ നിങ്ങൾ ഈ സുഖമായി എന്നൊരു വാക്ക് ചേർത്തല്ലോ, അത് തെറ്റാണ്. അത് അസ്ഥാനത്തുള്ള പ്രയോഗമാണ്. ഇവിടെ ആത്മാവിനെ അറിയാത്തവർ സുഖമായി കഴിയാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, മനസ്സിൻ്റെ ചലനങ്ങൾ, അസ്വസ്ഥതകൾ, ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം തന്നെ താൻ അറിയാത്തത് കൊണ്ടാണ് ദുഃഖങ്ങൾ നമ്മെ പിടികൂടുന്നത്. ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ രൂപം അതെന്താണ് എന്നുള്ള കാര്യം മറഞ്ഞുപോയാൽ അല്ലെങ്കിൽ മറന്നുപോയാൽ, മറയുന്നത് തന്നെയാണ് മറക്കുന്നത്. നമ്മുടെ സ്മരണയിൽ നിന്ന് ഒന്ന് മാഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ അതിനെ മറന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വസ്തുവിൻ്റെ അല്ല, ഈ ആത്മതത്വത്തിൻ്റെ സ്വരൂപം മറക്കാതെ ഓർമ്മിക്കണം. അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോടുകൂടി വേണം ഓരോ വ്യക്തിയും ഈ ഭൂമുഖത്ത് വസിക്കാൻ. അങ്ങനെ ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യം മറയ്ക്കപ്പെട്ടാൽ, എന്നിട്ട് നമ്മൾ അതുമായി വ്യവഹാരത്തിലേർപ്പെട്ടാൽ, അതുമായി ബന്ധപ്പെട്ടാൽ, അത് മറ്റു പലതുമായി കാണപ്പെടും. ഉള്ളതിനെ മറക്കുമ്പോഴാണ് ഇല്ലാത്തവ സത്യമെന്ന പോലെ കാണപ്പെടുന്നത്. കയറാണ് എന്നുള്ള സത്യം മറക്കപ്പെടുമ്പോഴാണ് സർപ്പത്തിൻ്റെ പ്രതീതി തോന്നുന്നത്. അത് കയറാണ് എന്നുള്ള സത്യം ഉള്ളിൽ ഓർമ്മയുണ്ടെങ്കിൽ ആ സർപ്പരൂപത്തെ കണ്ട് നമ്മൾ ഭ്രമിക്കുകയില്ല. അത് കയറാണ് എന്നുള്ള വസ്തുത അറിയാതിരിക്കുന്നത് കൊണ്ടാണ് കയറ് പാമ്പെന്ന പോലെ കാണപ്പെടുന്നത്. ഇപ്പൊ ഈ സർപ്പഭ്രമം മാറാൻ
അല്ലെങ്കിൽ മാറ്റാൻ എന്താണ് ഉപായം? അത് കയറാണെന്നറിയണം. മിഥ്യ എപ്പോഴും ഇല്ലാത്തതാണ്. പക്ഷേ മിഥ്യയുടെ അധിഷ്ഠാനമായി വർത്തിക്കുന്നത് ഒരു സത്യമായിരിക്കും. സത്യത്തിലാണ് മിഥ്യ തോന്നുക. മരുഭൂമി ഉള്ളിടത്ത് മാത്രമേ കാനൽ ജലം പ്രത്യക്ഷപ്പെടൂ. ഒരാൾ ഉറങ്ങിയാൽ മാത്രമേ അയാൾക്ക് സ്വപ്ന ദൃശ്യങ്ങളെ അനുഭവിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഏതൊരു ഭ്രമാനുഭവത്തിൻ്റെയും പുറകിൽ ഉള്ള ഒന്ന് കൂടിയേ തീരൂ. ആ ഉള്ള ഒന്നിനെ മനുഷ്യർ അറിയുന്നില്ല. അതാണ് ഇല്ലാത്ത പ്രപഞ്ചം സത്യമെന്ന പോലെ അനുഭവപ്പെടാൻ കാരണം. ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. തുടർന്ന് വായിക്കാം. മായയുടെ അജ്ഞാനാവരണം കൊണ്ട് മറയ്ക്കപ്പെട്ട അദ്വയ ബ്രഹ്മസത്യം അങ്ങനെ അനേകം പ്രപഞ്ച പദാർത്ഥങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. മായയുടെ അജ്ഞാനാവരണം, ഈ മായ അജ്ഞാനം, ഇങ്ങനെ രണ്ട് വാക്ക് വേദാന്ത ശാസ്ത്രത്തിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. മായ എന്ന് പറഞ്ഞാൽ അനന്തമായ പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു അനിർവചനീയ ശക്തി എന്നാണ് അർത്ഥം. മായ എന്ന് പറഞ്ഞാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഈ ആത്മതത്വത്തിൽ ഉള്ളതുപോലെ ആക്കി തീർക്കുന്ന ആത്മാവിൻ്റെ തന്നെ ശക്തിയാണ് മായ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ, അറിവില്ലായ്മ എന്ന് പറയുന്നത് വ്യക്തി അധിഷ്ഠിതമാണ്. അതായത് അവിദ്യ ജീവന്മാരുടെ ഉള്ളിലും മായ പ്രപഞ്ചത്തിന് കാരണഭൂതവുമായ ശക്തിയുമാണ്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മാത്രമേ മായ എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. വ്യക്തി അനുഭവങ്ങളെ വിശകലനം ചെയ്യാൻ അവിദ്യ എന്ന വാക്ക് മാത്രം പ്രയോഗിച്ചാൽ മതി. അപ്പോൾ ഈ അവിദ്യ അത് മായയുടെ തന്നെ ഒരു അംശവുമാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്ന ബ്രഹ്മശക്തിയാണ് മായ. അത് തന്നെയാണ് ജീവന്മാരുടെ ഉള്ളിൽ ആത്മതത്വത്തെ മറഞ്ഞതുപോലെയാക്കി തീർക്കുന്നത്. ആത്മതത്വം ഒരിക്കലും മറയുന്നില്ല. ആത്മതത്വം മറയ്ക്കപ്പെടുന്നില്ല എന്നുള്ളതിന് എന്താണ് യുക്തി എന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മതത്വത്തെ മറന്നിരുന്നു എങ്കിൽ ഞാനുണ്ട് എന്ന അനുഭവം നമുക്ക് ഇല്ലാതാകണമായിരുന്നു. നമുക്ക് എപ്പോഴെങ്കിലും ഞാനുണ്ട് എന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാനില്ല എന്ന് ഒരിക്കലും നാം അനുഭവിക്കാത്തത് കൊണ്ട് എപ്പോഴും നാം ഞാനുണ്ട് ഉണ്ട് എന്നാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ ഇതിന് വേറൊരു എതിർയുക്തി പ്രയോഗിക്കാം. ഗാഠനിദ്രയിൽ ഞാനുണ്ടെന്ന് ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്നെ അനുഭവിക്കാത്ത സന്ദർഭങ്ങൾ ഇല്ല എന്നങ്ങനെ പറയാൻ പറ്റും? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനില്ല എന്നുള്ള അനുഭവമാണ് നമുക്കില്ല എന്ന് പറഞ്ഞത്. ഗാഠനിദ്രയിൽ ഞാൻ ഉണ്ടെന്നും അറിയുന്നില്ല, ഇല്ലെന്നും അറിയുന്നില്ല. രണ്ടറിവുകളുമില്ല. ഈ രണ്ടറിവുകൾക്ക് കാരണം ബുദ്ധിയാണ്. ആ ബുദ്ധി ലയിച്ചു പോയത് കൊണ്ട്, അജ്ഞാനമാകുന്ന കാരണത്തിൽ ബുദ്ധി ലയിച്ചു പോകുന്നത് കൊണ്ടാണ് ഗാഠനിദ്രയിൽ കഴിയുന്ന ഒരാൾ ഞാൻ ഉണ്ടെന്നോ ഞാനില്ലെന്നോ അറിയാതിരിക്കുന്നത്. ഞാനില്ല എന്ന് അറിയാതിരിക്കാൻ സാധ്യമല്ല. ഞാനില്ല എന്നുള്ള അനുഭവം ആർക്കും ഉണ്ടാവാൻ പറ്റില്ല. ഞാനിനെ അറിയാതെ ഇരിക്കാം, പക്ഷെ ഞാനിനെ അറിയുന്നില്ല എന്ന് അനുഭവിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞാനിനെ അറിയാതിരിക്കുമ്പോൾ ഉള്ള അനുഭവം ഞാൻ അനുഭവിച്ചാൽ അവിടെ ഞാനുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ എന്നെ അറിയുന്നില്ല എന്ന് ഞാൻ അനുഭവിച്ചു എന്നൊരാൾ തർക്കിക്കാൻ വേണ്ടി പറയുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഇന്നലെ ഞാനില്ല എന്ന് അനുഭവിച്ചു, വളരെ സന്തോഷം. നമുക്ക് അയാളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളില്ല എന്ന് നിങ്ങൾ അനുഭവിച്ചു എന്നാണല്ലോ പറയുന്നത്. നിങ്ങളില്ല എന്ന് അനുഭവിച്ചത് ആര്? വേറെ വല്ലവരും ആണോ? അത് ഞാൻ തന്നെയല്ലേ. അപ്പൊ പിന്നെ ഞാൻ എന്നെ അനുഭവിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഉണ്ടെന്നോ ഞാനില്ലെന്നോ അനുഭവിക്കാൻ ഞാൻ കൂടിയേ തീരൂ. കാരണം അറിവും അറിവില്ലായ്മയും എൻ്റെ അനുഭവമാണ്. ആ അറിവോ അറിവില്ലായ്മയോ പ്രകാശിക്കുന്നിടത്ത് ഞാൻ ഉണ്ടായേ പറ്റൂ. ഞാനില്ല എന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഞാനുണ്ടെന്നോ ഇല്ലെന്നോ അനുഭവിക്കാതെ നമുക്ക് കഴിയാം. അതാണ് അബോധാവസ്ഥയിലും ഗാഠനിദ്രയിലും നമ്മൾ അനുഭവിക്കുന്നത്. ഞാനില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് സ്ഥിതി ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ നാം ഉണ്മയുടെ പ്രതിരൂപങ്ങളാണ്. ഉണ്മ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നർത്ഥം. ആത്മാവ് തന്നെയാണ് ഓരോ ശരീരത്തിലും ഞാൻ 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 എന്ന അനുഭവമായി നിരന്തരം പ്രകാശിക്കുന്നത്. അത് തന്നെയാണ് ഞാനായി പ്രകാശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. ഞാനുണ്ട് എന്നുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട്,
പക്ഷേ ആത്മാവാണ് ഞാനായി പ്രകടമായിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് പിടിയില്ല. അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവം മംഗളം ശുഭം, ഒരു പ്രശ്നവുമില്ല. ഇത് തന്നെ ഒരു വ്യക്തിയായി, ഒരു ജീവനായി, ഒരു മനുഷ്യനായി, മനുഷ്യരിലും സ്ത്രീയോ പുരുഷനോ ആയി, ബാലനോ യുവാവോ വൃദ്ധനോ മധ്യവയസ്കനോ ഒക്കെ ആയി. മധ്യവയസ്കൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മധ്യവയസ്കൻ എന്നാണ് പറയാൻ തോന്നുന്നു. മധ്യവയസ്കൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ്ഡ്, മധ്യവയസ്കൻ എന്ന് പറഞ്ഞാൽ ദിവസേന മദ്യം സേവിക്കുന്ന വൃദ്ധൻ. ഇപ്പോൾ മദ്യം സേവിക്കുന്ന വൃദ്ധനായാലും ശരി, മധ്യവയസ്കനായാലും ശരി, ആരായാലും ശരി, കുട്ടിയായാലും യുവാവായാലും കൗമാരപ്രായത്തിലെത്തി നിൽക്കുന്ന ആളാണെങ്കിലും വൃദ്ധനായാലും മരിക്കാൻ കിടക്കുന്ന ആളാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഞാനെന്ന അനുഭവം ഒരു മറയും കൂടാതെ, ഒരു മാറ്റവും കൂടാതെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ചിന്ത എന്ന് പറയുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ്. മനസ്സാണ് ചിന്തിക്കുന്നത്. ഞാനുണ്ട് എന്നുള്ളത് മനസ്സ് ഏർപ്പെടുത്തുന്ന ഒരു അനുഭവമല്ല. ഞാനിൻ്റെ ഉണ്മ സ്വതന്ത്രമായി പ്രകാശിക്കുന്ന ഒന്നാണ്. ഈ ഞാനാണ് മനസ്സിനെ പോലും ഉണ്ടെന്ന് അനുഭവിക്കുന്നത്. മനസ്സിൻ്റെ അസ്തിത്വത്തെ ഞാൻ അറിയുന്നത് കൊണ്ടാണ് എനിക്ക് മനസ്സുണ്ട് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ സൃഷ്ടി, ഈ ഞാനെന്നുള്ള അനുഭവം എങ്ങനെ മനസ്സിൻ്റെ സൃഷ്ടിയാവും? അത് മനസ്സിൻ്റെ സൃഷ്ടിയല്ല. മനസ്സിൽ നിന്നിങ്ങനെ പലതരം ചിന്തകൾ പൊന്തുന്നു, പല വിചാരങ്ങളും മനസ്സിൽ നിന്ന് പൊന്തുന്നു. പക്ഷേ ഞാനുണ്ട് എന്നുള്ള അനുഭവം ആത്മാവിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരനുഭവമാണ്. അത് ബുദ്ധിയുടെ തലത്തിലുള്ള ഒരു അനുഭവമല്ല. ഞാനെന്ന ചിന്ത അല്ലെങ്കിൽ ചിത്തവൃത്തി അത് മനസ്സിൻ്റെ തലമാണ്. പക്ഷേ താൻ ഉണ്ട് എന്നുള്ള അറിവ് അല്ലെങ്കിൽ അനുഭവം അത് ആത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മനസ്സ് ലയിച്ചു പോകുന്ന ഘട്ടങ്ങളിൽ ഞാനെന്ന ഭാവവും ലയിച്ചു പോകും. പക്ഷേ തൻ്റെ ഉണ്മ അവിടെ അങ്ങനെ തന്നെ ബാക്കിയുണ്ടാവും. ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ഒരാളോട് നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ സാറിനോട് തന്നെ ഞാൻ ചോദിക്കും, സാർ ഗാഠനിദ്രയിൽ കഴിഞ്ഞിരുന്ന വേളയിൽ സാർ ഉണ്ടായിരുന്നു? ഉറക്കത്തിൽ താങ്കൾ ഉണ്ടായിരുന്നോ ഇല്ലയോ? എനിക്ക് ലളിതമായ ഒരു ഉത്തരം അതെ അല്ലെങ്കിൽ അല്ല. ഈ രണ്ടുത്തരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് കിട്ടണം. നിങ്ങളുടെ ഉറക്കത്തിൽ, ഏതൊരു വ്യക്തിയുടെയും ഉറക്കത്തിൽ ആ വ്യക്തി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലാതിരുന്നോ? ഞാനെന്ന ഭാവത്തോടു കൂടി ഇല്ലായിരുന്നു, പക്ഷേ ഞാനുണ്ടായിരുന്നു. ഞാനില്ലാതെ ഈ ഉറക്കം എന്നുള്ള അനുഭവം ആർക്ക്? ഉറങ്ങി എഴുന്നേറ്റയാൾ പറയുന്നത് സുഖമായി ഉറങ്ങി, എല്ലാം മറന്നു, ലോകത്തെയും ശരീരത്തെയും എല്ലാത്തിനെയും മറന്നു കഴിഞ്ഞു. അതൊരനുഭവമാണല്ലോ. ആ അനുഭവം ആർക്ക്? അത് എനിക്ക് തന്നെയാണ്, അല്ലാതെ അയൽവക്കക്കാരൻ അനുഭവിച്ചതല്ലല്ലോ. അത് ഞാൻ തന്നെയാണ് എല്ലാം ലയിച്ചു കിടക്കുന്ന ആ അനുഭവത്തിന് സാക്ഷിയായിരുന്നത്. പക്ഷേ ഞാനെന്ന വ്യക്തിയായിട്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനെന്ന വ്യക്തിഭാവം മറഞ്ഞു പോകുന്നതിനും ഞാൻ സാക്ഷിയായിരുന്നു. ആ സാക്ഷിയായി വർത്തിക്കുന്ന തത്വത്തെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഞാൻ ഉണർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഞാനെന്നുള്ള നിഴൽ പൊന്തുമ്പോൾ അവിദ്യ കാരണമായിട്ട് ആത്മാവ് തന്നെ ഒരു വ്യക്തിയായി തെറ്റിദ്ധരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഞാനൊരാളാണ്, ഒരു വ്യക്തിയാണ്, ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്നു. അപ്പോൾ സൂക്ഷ്മമായി ഈ ഞാൻ്റെ അനുഭവത്തെയും ഞാൻ മറഞ്ഞു പോകുന്ന വേളകളിലുള്ള അനുഭവത്തെയും വിശകലനം ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ഈ വ്യക്തി അഹന്തയല്ല. വ്യക്തി അഹന്ത പൊന്തി മറയുന്നത് ആത്മാവിലാണ്. അതുകൊണ്ട് ഞാൻ അഹങ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല. അഹങ്കാരമാണ് എന്നോട് കൂടി ചേർന്ന് നിൽക്കുന്നത്. അത് ചില സമയത്ത് ഉള്ളതുപോലെ തോന്നും, ചില സമയത്ത് അത് മാഞ്ഞു പോവുകയും ചെയ്യും. പക്ഷേ ഞാൻ ഒരിക്കലും ഉണ്ടാവുന്നുമില്ല, ഇല്ലാതാവുന്നുമില്ല. ഇങ്ങനെ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് യുക്തികളുടെ സഹായത്തോടുകൂടി ഈ ആത്മതത്വത്തെ ചിന്തിച്ചുറപ്പിക്കേണ്ടതാണ്. അത് സൂക്ഷ്മ ബുദ്ധിയുടെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ മായയുടെ അജ്ഞാനാവരണം എന്നിവിടെ പറയുന്നുണ്ടെങ്കിലും മായ വേറെ അജ്ഞാനം വേറെ എന്നല്ല. വ്യക്തികളെ സംബന്ധിച്ച് അജ്ഞാനത്തിനാണ് പ്രാധാന്യം. പ്രപഞ്ചരചനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മായയാണ് അതിനുത്തരവാദി എന്ന് പറയും.
വാസ്തവത്തിൽ രണ്ടിൻ്റെയും സ്വഭാവം മറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടും രണ്ട് തരത്തിലുള്ള മറയാണ്. മായയും മറയാണ്, അവിദ്യയും മറയാണ്. അവിദ്യാ മറയിൽ പ്രപഞ്ചം ലയിച്ചു പോകുന്നു. മായ എന്ന മറയിൽ നിന്ന് പ്രപഞ്ചം പൊന്തി വരുന്നു. ഒന്നിനെ മറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് പൊന്തുക? ആത്മതത്വത്തെ, ആത്മശക്തിയായ മായ മറച്ചു കളയുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ പ്രപഞ്ചം. അവിദ്യയിൽ ലയിച്ചു കിടക്കുമ്പോൾ നമുക്ക് ഒരു അനുഭവവും ഇല്ല. അവിദ്യയിൽ ലയിച്ചു കിടക്കുന്ന അനുഭവമാണ് അബോധാവസ്ഥയും ഗാഠനിദ്രയും. ബോധം കെട്ട് വീഴുന്നില്ലേ? അപ്പോൾ ഒരു അനുഭവമില്ല. എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയായിരിക്കും, പെട്ടെന്ന് എല്ലാം ഒരു ബ്ലാക്ക് ഔട്ട്. എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല. കണ്ണ് തുറന്നപ്പോൾ ആശുപത്രിയിലാണ്. ഞാൻ ബസ്സിലാണല്ലോ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഇടയ്ക്ക് എന്ത്? അല്ല, അത് നിങ്ങൾ ബസ്സിൽ തലകറങ്ങി വീണു, സഹയാത്രികർ നിങ്ങളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടവേളയിൽ എന്ത് സംഭവിച്ചു അത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ ഉറങ്ങിപ്പോയാലും ഇങ്ങനെ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാകുക. ഉറക്കത്തിൽ നമ്മളെ ഒരാൾ ഇവിടുന്ന് ഒരു ഫ്ലൈറ്റിൽ കയറ്റി ഡൽഹിയിലേക്കോ ബോംബെയിലേക്കോ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഡൽഹിയിലോ ബോംബെയിലോ ആയിരിക്കും. ഞാനിവിടെ ഈ തിരുമലയിലോ പാപ്പനംകോടിലോ കരമനയിലോ കഴിഞ്ഞിരുന്ന് ഞാൻ ഇതെങ്ങനെ ബോംബെയിലെത്തി? നമുക്കൊരെത്തും പിടിയും കിട്ടത്തില്ല. കാരണം അത് മനസ്സ് രേഖപ്പെടുത്തുന്നില്ല. ആ ഇടവേളയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിന് അറിയാൻ കഴിഞ്ഞില്ല. അതാണ് മനസ്സ് അമ്പരന്ന് പോകുന്നത്. മായയുടെ അജ്ഞാനാവരണം കൊണ്ട് മറയ്ക്കപ്പെട്ട അദ്വയ ബ്രഹ്മസത്യം. ബ്രഹ്മം എന്ന് പറയുന്നത് അദ്വയമാണ്, രണ്ടില്ലാത്തതാണ്. രണ്ട് ബ്രഹ്മങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ്, ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒന്നാണ്. ഒരേ ഈശ്വരനെ നാം പല രൂപങ്ങളിൽ ആരാധിക്കുന്നു, ധ്യാനിക്കുന്നു, അതിന് തെറ്റില്ല. പക്ഷേ ദൈവം പലതുണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾ ദൈവതത്വത്തെ വേണ്ടവണ്ണം അറിഞ്ഞില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ ദൈവം, നിൻ്റെ ദൈവം, എൻ്റെ ദൈവം, അങ്ങനെയൊന്നുമില്ല. ക്രിസ്ത്യാനികൾക്കൊരു ദൈവവും മുസ്ലിങ്ങൾക്ക് വേറൊരു ദൈവവും ഹിന്ദുക്കൾക്ക് മറ്റൊരു ദൈവവും ഇല്ല. ദൈവം എന്ന് പറയുന്നത് ഏകമായ സത്തയാണ്. അതിനെ ഓരോരുത്തരും അവരുടെ പാകതയ്ക്കനുസരിച്ച് ഓരോ രൂപത്തിൽ ധ്യാനിക്കുന്നു, ആരാധിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ മനസ്സിന് ഏകാഗ്രത ലഭിക്കാൻ വേണ്ടി. ആ ഏകാഗ്രതയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തിനേയും ധ്യാനിക്കാം. ഒരു ആചാര്യൻ്റെ അടുത്ത് ശിഷ്യൻ പരാതി പറഞ്ഞു, അങ്ങ് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തണം, ആത്മതത്വത്തിൽ ഉറപ്പിച്ചു നിർത്തണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ധ്യാനിക്കാനിരുന്നാൽ ഒരു പോത്തിൻ്റെ രൂപമാണ് എൻ്റെ ഉള്ളിൽ തെളിയുന്നത്. വല്ല കാര്യമുണ്ടോ? വേറെ ചിന്തിക്കാൻ എന്തൊക്കെയുണ്ട്? യമൻ്റെ വാഹനമാണ് ഉള്ളിൽ തെളിയുന്നത്. പോത്തെന്ന് പറയുന്നത് യമധർമ്മൻ്റെ വാഹനമാണല്ലോ. പോത്തിൻ്റെ രൂപമാണ്. അതിനെ ഇല്ലാതാക്കാൻ ഞാൻ എന്തൊക്കെയോ ചെയ്തു. എൻ്റെ മനസ്സിനെ മറ്റ് കാര്യങ്ങളിലൊക്കെ വ്യാപരിപ്പിച്ചു, വേറെ പലതിനെയും ധ്യാനിക്കാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും വീണ്ടും ആ മനസ്സ് ഈ പോത്തിൻ്റെ രൂപത്തിൽ തന്നെ ലഗ്നമായി തീർന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ രൂപം അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിന്റെ പ്രയത്നമില്ലാതെ തന്നെ ഈ പോത്തിൻ്റെ രൂപം നിന്റെ ഉള്ളിൽ തെളിയുന്നുണ്ടല്ലോ, ആ രൂപം അവിടെ ഇരുന്നോട്ടെ. ആ രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ് എന്നുകൂടെ ഭാവന ചെയ്താൽ പ്രശ്നം തീരും. നിങ്ങൾ ഏത് രൂപത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യമില്ല. രൂപം എന്ത് തന്നെയായാലും അതിൽ ഈശ്വരഭാവം പുലർത്താൻ കഴിയണം. അത് ഈശ്വരനാണ് എന്ന് ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ അത് മതി. ദിവ്യമായ ഭഗവാന്റെ രൂപങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഈ ദിവ്യ രൂപങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ രൂപങ്ങളെ നമ്മൾ ധ്യാനിച്ചാൽ അതിൽ നമുക്കൊരു ദിവ്യ ഭാവന ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി മനസ്സ് പെട്ടെന്ന് ഏകാഗ്രപ്പെടാൻ വേണ്ടി ഭഗവാന് പല ദിവ്യ രൂപങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിനെ അംഗീകരിച്ചാൽ ആ രൂപത്തിൽ മനസ്സ് പെട്ടെന്ന് ഏകാഗ്രപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഏകാഗ്രപ്പെടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ധ്യാനിക്കാം. പക്ഷേ അത് ഈശ്വരനാണ് എന്ന ഭാവത്തോടുകൂടി ആ ധ്യാനത്തെ തുടർന്ന് പരിശീലിക്കണം. അദ്വയമാണ് ഈ ബ്രഹ്മസത്യം. അങ്ങനെ അനേകം പ്രപഞ്ച പദാർത്ഥങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. പ്രപഞ്ചമായി എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് ആത്മാവാണ്. ഈ കാണുന്ന വൃക്ഷലതാദികളും സൂര്യചന്ദ്രാദികളും പക്ഷി മൃഗങ്ങളും എല്ലാം ആത്മാവിൻ്റെ തന്നെ പ്രകടനങ്ങളാണ്. പക്ഷേ ഇത് പുറമേ നോക്കുന്ന ഒരാൾക്ക് പിടികിട്ടുകയില്ല. കാരണം നാമരൂപങ്ങളിൽ ഭ്രമിച്ചു പോകുന്നു മനസ്സ്. അപ്പോൾ എല്ലാം ഒന്നാണ് എന്നുള്ള അറിവ് തത്വവിചാരത്തിൻ്റെ സഹായത്തിലൂടെ നേടേണ്ടതാണ്.
നാമരൂപങ്ങൾ എവിടെയും കള്ളമാണ്. നാമരൂപങ്ങൾക്ക് അധിഷ്ഠാനമായി വർത്തിക്കുന്നത് നാമരൂപരഹിതമായ ഒരു സത്തയാണ്. അതിൻ്റെ ഒരു പ്രകടനമാണ് ഈ നാമരൂപങ്ങളെല്ലാം തന്നെ എന്ന ശാസ്ത്രീയ സത്യം ഉള്ളിൽ ധരിച്ചുകൊണ്ട് എന്തിനു വേണമെങ്കിലും ധ്യാനിച്ചോളൂ. ഈശ്വരന് രൂപമില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം, ഉറപ്പിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രൂപത്തെ അംഗീകരിച്ചോളൂ. ആ രൂപം എന്തായാലും വേണ്ടില്ല, ആ രൂപത്തിന് ഒരു പ്രസക്തിയുമില്ല. നമ്മുടെ മനസ്സ് അതിൽ കേന്ദ്രീകൃതമാവുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. പ്രപഞ്ച പദാർത്ഥങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് ആത്മാവാണ്. ഇതൊക്കെ ആത്മാവാണ് എന്ന് നമ്മൾ അറിയുന്നില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ദ്രിയ മനസ്സുകൾ നാമരൂപങ്ങളെ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ആ നാമരൂപങ്ങളിൽ നമ്മുടെ മനസ്സ് കുടുങ്ങിപ്പോകുന്നത് കൊണ്ട് ഇതൊക്കെ ആത്മാവിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് കാണാൻ നമുക്ക് കഴിയുന്നില്ല. മങ്ങിയ ഇരുട്ടിൽ മറയ്ക്കപ്പെട്ട മരക്കുറ്റി പുരുഷനായോ ഭൂതപ്രേതാദിയായോ തെറ്റിദ്ധരിക്കപ്പെടുന്നത് പോലെ ഇരുട്ടിൽ, മങ്ങിയ ഇരുട്ടിൽ, കൂരിരുട്ടിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. നല്ല വെളിച്ചത്തിൽ ഭ്രമം സാധ്യവുമല്ല. ഈ ഭ്രമം സംഭവിക്കുന്നത് എപ്പോഴും അരണ്ട വെളിച്ചത്തിൽ, മങ്ങിയ വെളിച്ചത്തിലാണ് ഭ്രമം സംഭവിക്കുന്നത്. പട്ടാപ്പകല് ഒരു പാമ്പിനെ ആരും ഒരു കയറിനെ പാമ്പെന്ന് ആരും തെറ്റിദ്ധരിക്കില്ല. കാരണം നല്ല വെളിച്ചമുണ്ട്. ഇവിടെ ഒരു കയറ് കിടന്നാൽ അത് പാമ്പാണെന്ന് ആരെങ്കിലും ഭയപ്പെടുവോ, തെറ്റിദ്ധരിക്കുവോ? ഇല്ല. കൂരിരുട്ടിൽ ഒരു കയറ് കിടന്നാലും അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയില്ല. കൂരിരുട്ടിൽ ഒന്നും തന്നെ കാണപ്പെടില്ലല്ലോ. പിന്നെ എപ്പോഴാണ് ഈ ഭ്രമാനുഭവം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വെളിച്ചവും ഇരുട്ടും ഇടകലർന്നിരിക്കുന്ന വേളകളിൽ. അതായത് പൂർണ്ണമായ വെളിച്ചവുമില്ല, കൂരിരുട്ടുമില്ല, അല്പം വെളിച്ചവും അല്പം പ്രകാശവും കലർന്ന ഒരു സമയമാണല്ലോ സന്ധ്യാസമയം. അപ്പോഴാണ് എല്ലാ തെറ്റിദ്ധാരണകൾക്കും സാധ്യതയുള്ളത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് കിടക്കുന്ന ഒരു കയറ് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഞെട്ടും. യോ, പാമ്പാണ്. എന്തിനാ? പാമ്പില്ല, പിന്നെ എന്തിനാ ഞെട്ടിയത്? അത് പാമ്പാണ് എന്ന് തോന്നി. ആരാ തോന്നിച്ചത്? നിങ്ങളുടെ മനസ്സ് തന്നെ. അല്ലാതെ കയറിനെ പാമ്പെന്ന് തോന്നിക്കുന്നത് കയറല്ല. കയറിന് അതിൽ യാതൊരു പങ്കുമില്ല. കയർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സർപ്പത്തെ ഉണ്ടാക്കി കാണിക്കുന്നതിൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. തെറ്റിദ്ധരിക്കാൻ ഒരു കാരണം ആ അരണ്ട വെളിച്ചമാണ്. നല്ല വെളിച്ചം കൊണ്ടുവന്ന് ടോർച്ചടിച്ചു നോക്കൂ, അപ്പോൾ അവിടെ പാമ്പില്ല, കയറ് മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം. ഇതുപോലെ ആത്മാവ് പൂർണ്ണമായി പ്രകാശിക്കുന്നുമില്ല, എന്നാൽ അത് പൂർണ്ണമായി മറയ്ക്കപ്പെടുന്നുമില്ല. ഇങ്ങനെ ഈ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരവസ്ഥയിലാണ് പ്രപഞ്ചം സത്യമെന്ന പോലെ കാണപ്പെടുന്നത്. കൂരിരുട്ടിൽ അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ പ്രപഞ്ച അനുഭവം തന്നെ ഇല്ല. ഉണ്ടോ? അവിടെ നമ്മൾ ഒന്നിനെയും കണ്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത തന്നെയില്ല. ജാഗ്രത അവസ്ഥയിൽ തെറ്റിദ്ധാരണയ്ക്ക് സാധ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാഗ്രത അവസ്ഥയിലും തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ച നാമരൂപങ്ങളെ സത്യമെന്ന് കരുതുന്നത്. എന്നാലും താരതമ്യേന നമുക്ക് ഭ്രമം സംഭവിക്കുന്നത് ഇരുട്ടും വെളിച്ചവും ഇടകലർന്ന വേളകളിലാണ്. ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ബാഹ്യപ്രപഞ്ചം ഇത് ഇരുട്ടിൽ നിന്ന് പൊന്തിയതാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർ അംഗീകരിക്കും? ഏതിരുട്ട്? സൂര്യൻ പ്രകാശിച്ചു നിൽക്കുകയാണ്, എല്ലാം വ്യക്തമായി കാണുന്നു, ഞാൻ കാണുന്നത് പോലെ തന്നെ മറ്റുള്ളവരും കാണുന്നു. ഇത് അജ്ഞാനമെന്നുള്ള ഇരുട്ടിൽ നിന്ന് പൊന്തിയതാണ് എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ആരും അംഗീകരിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല, നിങ്ങൾക്കും തോന്നാനുള്ള സാധ്യതയില്ല. ഇവിടെ ഇരുട്ട് പുറത്തല്ല, ഇരുട്ട് ഉള്ളിലാണ്. നമ്മുടെ ബുദ്ധിയിലെ ഇരുട്ടാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത്. ആ ബുദ്ധിയിൽ ഈ ഇരുട്ടിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിയിൽ ജ്ഞാനപ്രകാശം നിറഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചം സത്യമാണെന്ന് തോന്നുകയേയില്ല. നമ്മൾ കാണുന്നത് സാക്ഷാത് ഭഗവാനെയാണ്, പരമാത്മാവാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന് സൂര്യതുല്യം ജ്ഞാനികൾ അനുഭവിക്കുന്നു. കാരണം അവരുടെ ഉള്ളിലെ അന്ധകാരം നശിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ആ അവിദ്യ ഇനിയും നശിപ്പിക്കപ്പെടാതെ ബാക്കി നിൽക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തെ നാം സത്യമെന്ന് കരുതി ഭ്രമിക്കുന്നു.